നല്ല പടം. കുഴപ്പമില്ല, നല്ല പടം. നല്ല പടമായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഫാമിലിക്ക് പറ്റിയ പടമാണ്. രാജുവിന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ പടം, നല്ല അടിപൊളി പടം. നിഷാം ബസീറിൻ്റെ ഒരു വെറൈറ്റി മൂവി. അതായത് മൂന്നാമത്തെ പടമല്ലേ ഇത്? 3 പടം വേറെ ജോണറിലെ പടം. ഒന്നുകൂടി റോബറിക്ക് പ്രാധാന്യം കൊടുത്തുള്ള രാജുവേട്ടൻ്റെ നല്ലൊരു അടിപൊളി പടം. കുഴപ്പമില്ല, നമുക്ക് ഒരു വെറൈറ്റി മൂവി. നമുക്കൊരു ലാഗില്ലാണ്ട് 2.5-3 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ കാണാൻ പറ്റില്ല. നല്ലൊരു പടം. രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, സ്റ്റണ്ടൊക്കെ അടിപൊളിയാണ്. നല്ല ഫ്രെയിമാണ്. പിന്നെ അവരെ ക്രൂവിൻ്റെ എല്ലാ പടങ്ങളും നല്ല ഫ്രെയിമാണ്. റോഷാക്ക് കണ്ടില്ലേ, അതേപോലെ നല്ല ഫ്രെയിം വെച്ചിട്ട് നല്ല അതിന് ക്രൂ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് റിയാലിറ്റി തോന്നും സ്റ്റണ്ട്. നമ്മൾ അങ്ങനെ പറന്നടിക്കുന്ന പരിപാടി അല്ല. അത് ഉണ്ടും തള്ളും ചവിട്ടും കുത്തും മാത്രമുള്ള ഒരു വെറൈറ്റി. ആ രാജുവേട്ടൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി വെറൈറ്റി ആവുന്നുണ്ട്. നമ്മൾ ഈ റോബിൻ ഹുഡിലൊക്കെ കാണുന്ന പോലുള്ള റോബറി അവിടെ ഓട്ടം കാട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ATM കവർച്ചൊക്കെ. അതേപോലെ ഇയാൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി രസമാണത്. അതിന് സൈലൻസ് ഉണ്ട്. മനസ്സിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അയാൾ എന്താ ചെയ്യാൻ പോകണമെന്നില്ല. നെക്സ്റ്റ് ടൈമിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ത്രില്ലറാണ്, നല്ല ത്രില്ലറാണ്. സെക്കൻഡ് പാർട്ട് ചാൻസസ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ആക്കാം. നമ്മളെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞു പോകരുതെന്ന് വിചാരിക്കുന്നുണ്ട്, ലാഗില്ലാത്തതുകൊണ്ട്. ബെറ്ററാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് രാജുവിൻ്റെ പടത്തിൽ നമ്മുടെ മീഡിയയിൽ നിന്ന് തന്നെ ശ്രീനി എന്ന് പറഞ്ഞു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തോരം സാധാരണ സിനിമയിൽ അത്യാവശ്യം ക്രൗഡിൽ കാണിക്കാറില്ല ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലിംഗ് ആണ്, സീ ടച്ച് ആണ്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ പലപ്പോഴും നിങ്ങൾ കണ്ടുണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും, ഒരുപാട് കല്യാണ വീടുകളിലൊക്കെ ഓടിപ്പോയ സീക്വൻസൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സിനിമയിലും രാജീവ് എന്ന കഥാപാത്രം ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടത്തിൽ നിന്ന് അടുത്ത ഓട്ടത്തിലേക്ക് ഓട്ടപ്പാച്ചില. അപ്പോൾ ആ ഒരു കഥാപാത്രം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പാർവതി തിരുവത്താണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു ഭാര്യ കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എന്നതിൻ്റെ മൊയ്തീന് ശേഷം നമ്മുടെ കാഞ്ചനമാലയുടെ ക്യാരക്ടർ ഒന്നും പാർവതി ഇപ്പോൾ ഈ പടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വർഷങ്ങൾക്ക് നീണ്ടുള്ള ഒരു എന്താ പറയുക കോംബോ നല്ല റിസോർട്ടുണ്ട്. കാരണം നമ്മൾ മൊയ്തീനിലെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫാമിലിക്ക് കാണപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മേക്കിരിക്കുക. ഫ്ലാറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് റിവെഞ്ചും പിന്നെ ബാങ്ക് കവർച്ചയൊക്കെയാണ് സിനിമ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു പടം വന്നിരിക്കും. മസ്റ്റ് വാച്ചാണ് രാജുവേട്ടൻ കം ബാക്ക്. ഞാൻ എന്ത് പറയാനാ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പടം അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ള പണി കിട്ടിയ രാജുവിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രോ. ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത ഞാനീ പറഞ്ഞ അത് ഞാൻ ഇത് സ്പോട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഞാൻ പറഞ്ഞ അത് എങ്ങനെയുണ്ട് പടം? അല്ലാ ബ്രോ, ഇതൊന്നും ഒരിടത്തും വരെയില്ല. എനിക്ക് ടെൻഷനാ ബ്രോ, ക്യാമറ ഒക്കെ ഒത്തിരി കണ്ട ഇരിക്കുമായിരുന്നു സീറ്റിൽ. അടുത്ത് എന്നാ നടക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട് നല്ല സൂപ്പർ സിനിമയായിരുന്നു. ഫൈറ്റ് സൂപ്പറായിരുന്നു. ഫൈറ്റാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റാ. ഫൈറ്റ് നല്ല ഫൈറ്റായിരുന്നു. നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. എല്ലാവർക്കും അറിയാലോ പൃഥ്വിരാജിൻ്റെ അഭിനയം അടിപൊളിയായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അപ്പുറം കുറച്ചുകൂടെ നല്ല രസമായിട്ട് എന്താ പറയുന്നത്, പാർവതിയും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ അതിനകത്ത് നല്ലൊരു എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് റോള് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഭയങ്കര രസമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ കിടുക്കൻ മൂവിയാണ്. ഇപ്പം മലയാളത്തിൽ പൃഥ്വിരാജിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം. നിസാം ബഷീർ ചൂസ് ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ, അതായത് പാർവതി തിരുവോത്തായാലും പൃഥ്വിരാജായാലും തീയാണ്. രണ്ടൊരു കിടുക്കനായിട്ടാണ് ചെയ്തേക്കണത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സംഗീതം. ജെക്സ് വിജോയ് പൊളിച്ചേക്കാണ്. ഒന്നും നഷ്ടപ്പെടാൻ നമുക്ക് തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അത്ര എക്സ്പീരിയൻസ് ആണ് സിനിമ. പൃഥ്വിരാജിൻ്റെ ഇത്ര നാളുകൾക്ക് ശേഷം ഒരു കിടുക്കൻ സിനിമയാണ്. സിനിമയുടെ വൺ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്നുള്ള സാധനമാണ്. അത് കിഡിലനായിട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി സിനിമയാണ്. അതായത് എൻജോയ് ചെയ്യാം, നമുക്ക് തിയേറ്റർ ത്രില്ലടിച്ചത് കാണാൻ പറ്റും. അത്ര കിഡിലാണ്. ഒന്നും എന്താ പറയുക, മിസ് ചെയ്യരുത്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി പടമാണ്. ആക്ഷൻ സീൻ അടിപൊളി, മ്യൂസിക് അടിപൊളി, പൃഥ്വിരാജ് അടിപൊളി. പിന്നെ ഇതിൽ അശോകൻ്റെ കഥാപാത്രമുണ്ട്. വളരെ നല്ലൊരു ക്യാരക്ടർ അശോകൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി സീനാണ്. ഏതാ
ത്രില്ലറാണോ? ത്രില്ലറാണ്. ആദ്യം മുതലേ സിനിമ തുടങ്ങുന്നതേ ത്രില്ലറാണ്. നമ്മളൊക്കെ ഓർക്കും പേരെഴുതി കാണിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. സിനിമ വ്യത്യസ്തമായിട്ട് സാറ് മസ്റ്റ് വാച്ച്. നിസാം സാറിന്റെ അടിപൊളി ആക്ഷൻ സിനിമ. ഐ നോബഡി തീർച്ചയായിട്ടും നിസാം ബഷീർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിന്റെ മികവ് കണ്ടിട്ട് തന്നെയാണ് ഇത് ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് തന്നെ എൻ്റെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ അദ്ദേഹം തെറ്റിച്ചിട്ടില്ല. നമ്മുടെ മുൻകാല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളായിട്ടുള്ള കെട്ടിയോളാണ് എൻ്റെ മാലാക, ആസിഫ് അലിയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കണ്ട ചിത്രം, അതിനുശേഷം റോഷാക്ക് നമ്മുടെ മമ്മൂക്കയുടെ ബെസ്റ്റ് പെർഫോമൻസ് കണ്ട ചിത്രം. ഈ ഐ നോബഡിയിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ നടൻ്റെ ഒരു മികവ് വളരെ നാളുകൾക്ക് ശേഷം മലയാളികൾക്ക് ആസ്വദിച്ച് കണ്ട് ഇത്രയും മണിക്കൂറുകൾ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റിയൊരു ചിത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് പാർവതി തിരുവോത്ത്, ഉള്ളൊഴുക്ക് പോലുള്ള ചിത്രങ്ങളിൽ മലയാളികളെ ഞെട്ടിച്ച താരം. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ പാർവതി അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മികച്ചതാണ്. ഇതിൽ പൃഥ്വിരാജിൻ്റെ ഒപ്പം ഈ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഇതിൽ വേറൊരു പെർഫോമൻസ്. അതേപോലെ തന്നെ ഹക്കീം ഷാജഹാൻ, അതേപോലെ തന്നെ ശങ്കർ രാമകൃഷ്ണൻ, ഒരു നീണ്ട നിര തന്നെയുണ്ട്, വിജയരാഘവൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പ്രത്യേകിച്ച് കുട്ടികളുടെ പെർഫോമൻസ്, അവർ ഭാവി തലമുറയിലെ താരങ്ങളാണ് എന്ന് തന്നെ ഈ ഒരു പെർഫോമൻസിലൂടെ തെളിയിച്ചു. ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ചതാണ്. സംഗീതത്തിന് പ്രാധാന്യം, ജെക്സ് ബിജോയ് എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ്റെ മികവ് അതെടുത്തു പറയേണ്ടതാണ് ഈ ഒരു ചിത്രത്തിൽ. പിന്നെ സംഘടന രംഗങ്ങളായാലും ക്യാമറ വർക്കുകളായാലും എല്ലാം ഒന്നിനൊന്ന് തന്നെ മെച്ചം. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം മലയാളികൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. ഇനി എക്സ്ട്രാ ഷോസിൻ്റെ മേളം തന്നെ ആയിരിക്കും, ഒന്നും പറയാനില്ല. ഐ നോബഡി കേരളത്തെ ഞെട്ടിച്ച്.